സൂപ്പർ കൺമണിയുടെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കൺമണിയുടെയും വരുണിൻ്റെയും വിവാഹ കാര്യത്തിൽ ഉറച്ചൊരു തീരുമാനം എടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് വരുണിൻ്റെ അച്ഛൻ ധനലക്ഷ്മിയെ കാണാനായിട്ട് വരുന്നുണ്ട്. കൺമണിയെ കാണാനാണ് വരുന്നത്. പക്ഷേ ധനലക്ഷ്മിയുടെ വാചകത്തിൽ അവർ വീണു പോവുകയാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് സ്വർണം തിരികെ കൊടുത്ത് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ശ്രീനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അമ്മായിമാരടക്കം പലതും പറഞ്ഞ് ഈ വരുൺ കൺമണിക്ക് ചേർന്ന ആളല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ശ്രീനിവാസിന് തോന്നുന്നുണ്ട് കേട്ടോ. അതിനാലാണ് അയാൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തുന്നത്. എന്നിട്ട് ധനലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, വരുണിൻ്റെ വീട്ടുകാർ തരുന്ന സ്വർണം എവിടെ, അത് അവർക്ക് കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ധനലക്ഷ്മിക്ക് ആകെ ദേഷ്യം വരികയാണ് കേട്ടോ. ആ ദേഷ്യത്തിന് ശ്രീനിയെ പിടിച്ച് തള്ളി പുറത്ത് കിടത്താണ് ധനലക്ഷ്മി. കൺമണിയെയും ഗോകുലിനെയും കൃഷി വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ മുൻപിലേക്ക് ശ്രീനി വന്ന് വീഴുന്നത് കേട്ടോ. അപ്പോൾ കൃഷി ഇത് കാണുന്നുണ്ട്. പക്ഷേ ഇത് അവരുടെ ഫാമിലി മാറ്റർ ആയതുകൊണ്ട് കൃഷി അതിലിടപെടാനോ മിണ്ടാനോ ഒന്നും പോകുന്നില്ല. എന്നിട്ട് കൃഷ്ണ അവിടെ നിന്നും പോവാണ് കേട്ടോ. ഇതേ സമയം ശ്രീനി പൊട്ടിക്കരയാണ്. കൺമണിയുടെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീനിയെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കൺമണി. അദ്ദേഹം കരഞ്ഞിട്ട് പറയുന്നുണ്ട്, മോളെ നമ്മളെ രക്ഷപ്പെടാനായിട്ട് ധനലക്ഷ്മി ഒരിക്കലും അനുവദിക്കില്ല. എന്തായാലും മോൾക്ക് വരുണിനെ വിവാഹം കഴിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ശ്രീനി പറയുന്നുണ്ട്. ഇതേ സമയം കൃഷ്ണ ആണെങ്കിൽ കൃഷ്ണകൃപയിലേക്ക് എത്തുമ്പോൾ അവിടെ മാനസയുടെ കാറ് കിടക്കുന്നത് കണ്ട് വല്ലാത്ത ദേഷ്യം വരികയാണ് കേട്ടോ. വീണ്ടും വന്നാലോ ശല്യം എന്നുള്ള ഒരു മുഖഭാവം തന്നെയാണ് കേട്ടോ കൃഷിനുള്ളത്. അങ്ങനെ മാനസയുടെ അമ്മയും അവിടെയുണ്ട്. മാനസ അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായല്ലോ, ഇവരുടെ വിവാഹം നടത്തി കൊടുക്കണ്ടേ, എങ്ങനെയായാൽ പറ്റില്ല, എത്രയും വേഗം തന്നെ ഇവരുടെ വിവാഹം നടത്തണം. കൃഷ്ണൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലെ മരുമകളായി വരാൻ മാനസ എപ്പോഴേ റെഡിയായി കഴിഞ്ഞു. ഇനി നിങ്ങളൊരു സമ്മതം മൂളിയാൽ മാത്രം മതി. സാഗരനും സുജാതയ്ക്കും വേറെ എതിർപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരതിന് സമ്മതം മൂളുകയാണ് കേട്ടോ. എന്നാൽ നെഞ്ചു നേരി കൃഷി മാറി നിൽക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഉള്ള ധൈര്യത്തിൽ മാനസ കൃഷ്ണൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മുടെ വിവാഹം വന്നെത്തി, ഇനി അതങ്ങ് ഉടനെ നടക്കും. കൃഷ്ണൻ ഞാൻ സ്വന്തമാകാൻ പോവുകയാണ്. കൃഷ്ണൻ എനിക്കും സ്വന്തമാകാൻ പോകുന്നു. അത് കേട്ട് ആ പെണ്ണിനെ കൊല്ലാനുള്ള ദേഷ്യം കൃഷ്ണന് വരുന്നുണ്ടെങ്കിലും എല്ലാം അടക്കി പിടിച്ച് അവൻ നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേ സമയം വരുണിൻ്റെയും കൺമണിയുടെയും വിവാഹം അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണെന്ന് ധനലക്ഷ്മി വരുണിൻ്റെ അച്ഛനെയും വാക്ക് കൊടുക്കുന്നുണ്ട്. അത് കേട്ട് അവർക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. ശ്രീനിയാണെങ്കിൽ ഒരു മര്യാദ കാണിക്കാൻ അവിടെ വന്നിരിക്കുന്നുണ്ട്. കൺമണിയുടെ മുഖം അത് കേട്ട് മാറുമ്പോൾ വരുണിൻ്റെ അച്ഛൻ എന്തു പറ്റി മോളെ, മുഖത്തൊരു സന്തോഷം കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ്. വരുണിൻ്റെ അച്ഛൻ അവിടെ നിന്നും മാറുമ്പോൾ ഗോകുലാണെങ്കിൽ കൺമണിയോട് അപ്പയുടെ മനസ്സിൽ കൃഷി സാറാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഇത് കേട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ കൺമണി ചെയ്യുന്നത്. അങ്ങനെ സൂപ്പർ കൺമണിയുടെ വളരെ രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്